ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വലിയൊരു കുക്കിംഗ് പരീക്ഷണത്തിലാട്ടോ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുക്കിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് ചിക്കനിലാണ് എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും നടത്താൻ പോകുന്നത്. ഒരു വെറൈറ്റി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാനിപ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിക്കുക. സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് സവാള നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടിയിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ, നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് മൂന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഇട്ടപ്പോൾ വെളുത്തുള്ളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, പറയാൻ മറന്നു ഇടാം. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഒരു തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിടാം. പിന്നെ ഞാൻ അഡീഷണലായിട്ട് ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഉള്ളിച്ചെടി ഇല്ലേ, ആ ഉള്ളിച്ചെടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇതിനിടയിൽ ഞാൻ പറയാൻ പറഞ്ഞാലും ഉപ്പിടാൻ ആരും മറക്കണ്ട കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ അത് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഇതിങ്ങനെ കുറുകി വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഏത് കൺസിസ്റ്റൻസിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെ ഇടണം എന്നുള്ളത്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം കുശാലായിട്ടോ. ചിക്കൻ കറി അടിപൊളിയായിരുന്നു. ചിക്കൻ കറി മാത്രമല്ല, വേറെയും കുറച്ച് കറികൾ കൂടി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.